അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ്എഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ആർഡി ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി.പി. അഖില മാർച്ച് ഉദ്ഘാടനം ചെയ്തു. This news sponsored by നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. കേരള ഗവർണറെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുക എന്ന പ്രധാന മുദ്രാവാക്യം മുൻനിർത്തിയാണ് എസ്എഫ്ഐ ഇത്തവണ അവകാശ പത്രികാ സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ആർഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വ്യക്തവും ശക്തവുമായ മുദ്രാവാക്യം വിളികളുമായി കോട്ടച്ചേരിയിലെ ട്രാഫിക് സർക്കിൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് പുതിയകോട്ടയിലെ ആർഡി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി.പി. അഖില ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ എസ്എഫ്ഐ അവകാശ പത്രികയുടെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള അവകാശങ്ങൾ ഇന്നാടിനകത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എസ്എഫ്ഐ വിവിധ അവകാശങ്ങൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഈ വർഷം ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഞങ്ങളൊക്കെയും കൊടുത്തിട്ടുള്ള എസ്എഫ്ഐ കൊടുത്തിട്ടുള്ള വിവിധ അവകാശങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് റഷിദ സി പവിത്രൻ അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജേഷ്, പ്രവിഷ പ്രമോദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ.പി. വൈഷ്ണവ്, കെ. അനുരാഗ്, പി. ഇമ്മാനുവൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അതിനാൻ ചട്ടഞ്ചാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കെ. പ്രണവ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.